വയനാട്ടിൽ ആദിവാസി യുവതിക്ക് വീണ്ടും ദുരിതപ്രസവം. 5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശു മരിച്ചു. മീനങ്ങാടി കോട്ടക്കുന്ന് മണങ്ങവയൽ കോളനിയിലെ അനിലിന്റെ ഭാര്യ ബബിതയുടെ കുഞ്ഞാണ് മരിച്ചത്. ചികിത്സയും ആംബുലൻസും നിഷേധിച്ചതാണ് കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയതെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അനിൽ ഭാര്യ ബബിതയുമൊത്ത് പതിവായി ചികിത്സ തേടുന്ന മീനങ്ങാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. ഇവിടുന്ന് കുത്തിവയ്പ്പെടുത്ത ശേഷം ശനിയാഴ്ച ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ശനിയാഴ്ച രാവിലെ ആയപ്പോഴേക്കും ബബിതയ്ക്ക് വേദനയും രക്തസ്രാവവും ഉണ്ടായി. തുടർന്ന് മീനങ്ങാടി PHCയിലെത്തിയെങ്കിലും ഡോക്ടർ പരിശോധിക്കാൻ തയ്യാറായില്ല. ഓപ്പറേഷൻ തിയേറ്ററിലായതിനാൽ ഡോക്ടർക്ക് ഇറങ്ങാൻ സാധിക്കില്ലെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. കുറച്ചു സമയത്തിനു ശേഷം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും ആംബുലൻസ് സൗകര്യമൊരുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് യുവതി ആശുപത്രിയിലെത്തിച്ചത്. അപ്പോഴേക്കും രക്തസ്രാവം അധികമായിരുന്നു. വണ്ടി വിട്ടു തരാൻ പറഞ്ഞപ്പോൾ വണ്ടീൻ്റെ എന്തോ പൈസ മറ്റേ അടയ്ക്കാത്തതുകൊണ്ട് പിന്നെ നിങ്ങളെ കേരളത്തിലൊരു വണ്ടി കിട്ടുകയാണെങ്കിൽ അത് വിളിച്ചോ, ഞങ്ങൾ ഇവിടുന്ന് എത്തും പ്രൊമോട്ടറിനെ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടിക്കൂലി പൈസ ഒന്നുമില്ല. എന്ത് പ്രശ്നം കൊണ്ട് സംഭവിച്ചെന്നറിയില്ല. പക്ഷേ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ ശേഷമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നാണ് തോന്നുന്നത്. ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രസവം നടന്നിരുന്നുവെന്നാണ് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാഹചര്യമില്ലാത്തതിനാൽ മറ്റെവിടെങ്കിലും അടക്കം ചെയ്യാൻ അനിൽ അനുവദിക്കുകയും ചെയ്തു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബബിത ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ മാനഭംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നു. സംഭവം നടന്ന 6 ദിവസമായിട്ടും പ്രതികളെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. തങ്ങൾക്കു നേരെ പലരിൽ നിന്നും ഇതിനു മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് കൊല്ലപ്പെട്ട ജിഷയുടെ സഹോദരി പറഞ്ഞു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും ജിഷയുടെ സഹോദരി പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് നിയമവിദ്യാർത്ഥിനി ജിഷ മാനഭംഗത്തിനിരയാവുകയും അതിക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തത്. മർദ്ദനത്തെ തുടർന്ന് ആന്തരാവയവങ്ങൾ പുറത്തു വന്നതായും ബലാത്സംഗം ചെയ്ത് തെളിവ് നശിപ്പിക്കുന്നതിനായി ജനനേന്ദ്രിയത്തിൽ ഇരുമ്പ് ദണ്ട് കയറ്റിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഉടൻ പോലീസിന് കൈമാറും. എന്നാൽ സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും പ്രതികളെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാത്തത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു. തങ്ങൾക്ക് നേരെ മുൻപും ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും കൊല്ലപ്പെട്ട ജിഷയുടെ സഹോദരി പറഞ്ഞു. ബൈക്ക് ഇടിച്ച ആൾ എവിടെയുള്ളതെന്നറിയില്ല. അതിൻ്റെ ഓണർ മലയാളിയാണ്, അത് ഓടിച്ചിരുന്ന ആൾ ബായിയാണ്. അയാൾ 2 പേരും അന്നത്തെ ദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ശരിക്കും മനഃപൂർവ്വം ശരിക്കും ഇടിച്ചതാണ് അമ്മേനെ. കാരണം അത്രയും ഇതിലിടിക്കാതെ ഒരിക്കലും ആ അമ്മയുടെ നെറ്റത്ത് ആ മാതിരി മുറി സാധാരണ ബൈക്ക് ഇടിക്കണമെങ്കിൽ ടാറ്റർ റോട്ടിൽ അത്രയും സ്പേസ് ഉണ്ടായിട്ട് അയാൾ ഒതുങ്ങിപ്പോയി അമ്മയുടെ മേത്ത് കുന്നിടിക്കണമെങ്കിൽ അയാൾക്ക് എത്രമാത്രം വേറെ ആൾ പറഞ്ഞു വിടാതെ എന്തായാലും ഇടിക്കൂല. അതൊന്നും നോട്ട് ചെയ്തല്ല. അത് മാത്രമല്ല, കൊച്ചു സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഈ താക്കോല് അവിടെ വെച്ചാണ് താക്കോല് കൊടുത്തത്. സാധാരണ ഇവിടെ വന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകേണ്ടയും കാര്യങ്ങളാണ്. ഇതൊന്നും അവർ ചെയ്തില്ല എന്ന് പറഞ്ഞത്. കൊച്ചിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് താക്കോല് കൊടുപ്പിച്ചതെന്ന് പറഞ്ഞത്. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ 2 CIമാരുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. സംഭവ ദിവസം സംശയകരമായ സാഹചര്യത്തിൽ കണ്ടവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കും സംഭവത്തിൽ പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുമ്പാവൂർ കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂരിൽ പട്ടാപ്പകൽ വിദ്യാർത്ഥിനിയെ മാനഭംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയിട്ടും പോലീസ് തുടരുന്ന നിഷ്ക്രിയത്വത്തിനെതിരെയാണ് ജനകീയ പ്രക്ഷോഭം ശക്തമായിരിക്കുന്നത്. CPIM, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കീഴിൽ വീട്ടിനകത്തുപോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാതായെന്ന് മാർച്ചിൽ പങ്കെടുത്ത CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ പറഞ്ഞു. കൊല്ലപ്പെട്ട ജിഷയുടെ കുടുംബാംഗങ്ങളെ P. രാജീവ് സന്ദർശിച്ചു. ജിഷയുടെ അമ്മയെയും സഹോദരിയെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. അതിദാരുണമായ കൊലപാതകം നടന്നിട്ടും പോലീസ് നിഷ്ക്രിയത്വം തുടരുന്നത് പ്രതിഷേധാർഹമാണെന്ന് P. രാജീവ് പറഞ്ഞു. കേരളത്തിൽ സ്വന്തം വീട്ടിൽ പോലും സ്ത്രീ സുരക്ഷിതമല്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന മട്ടിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ പോലീസ് വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കാത്ത നിലയിലുള്ള എന്തൊക്കെയോ ഇടപെടലുണ്ടായിട്ടുണ്ടാകാം.
ഏത് രൂപത്തിലാണെങ്കിലും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിനാവശ്യം ജിഷ കൊല്ലപ്പെട്ട വീടും പി രാജീവ് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാസർഗോഡ് ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത 2 ആദിവാസി പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായി. നെട്ടണികെ, അട്ടക്കണ്ടം എന്നിവിടങ്ങളിലാണ് 14 വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടത്. അട്ടക്കണ്ടത്ത് 3 പേർ ചേർന്നാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. സംഭവങ്ങളിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അട്ടക്കണ്ടത്തിന് സമീപത്തെ ആദിവാസി കോളനിയിലെ 14 വയസ്സുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി സമീപത്തെ സുഹൃത്തിന്റെ വീട്ടിൽ TV കാണാൻ പോയപ്പോഴാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. പെൺകുട്ടിയുടെ സുഹൃത്ത് രതീഷ്, ബിനു, മനീഷ് എന്നിവരെ ഹോസ്ദുർഗ് CI അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷിതാക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയത്. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ നെട്ടണിക ആദിവാസി കോളനിയിലെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ദമ്പതികളുടെ 6 മക്കളിൽ 2ാമത്തെ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായ മറ്റൊരു കുട്ടി. കർണാടക അതിർത്തിയിലെ കടയിൽ നിന്നും വസ്ത്രം വാങ്ങി തിരികെ വരുമ്പോൾ ബസ് കിട്ടാത്തതിനെ തുടർന്ന് കയറിയ ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ രവിയാണ് കുട്ടിയെ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചത്. കേട്ടിങ്ങോട്ട് വരുന്ന എന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ അങ്ങനെ പോയത് അങ്ങനെ ആർക്ക് കൊണ്ടുപോയിട്ട് ഭയത്തെ തുടർന്ന് കുട്ടി വിവരം പുറത്തു പറഞ്ഞില്ല. ഗർഭിണിയായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറംലോകമറിയുന്നത്. പരാതിയെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ രവിയെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ മുൻ വ്യോമസേനാ തലവൻ SP ത്യാഗിയെ CBI ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ദില്ലിയിലെ CBI ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ നടന്ന 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ത്യാഗിയിൽ നിന്നും CBI നിർണായക വിവരങ്ങൾ ശേഖരിച്ചതായാണ് സൂചന. SP ത്യാഗിയും സഹോദരന്മാരും ഇടപാടിലെ ഇടനിലക്കാരും ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് CBI കേസെടുത്തിരിക്കുന്നത്. SP ത്യാഗി വ്യോമസേനാ തലവനായിരുന്ന സമയത്ത് 2005 മാർച്ച് 7 നടന്ന യോഗത്തിൽ വെച്ചാണ് VVIP ഹെലികോപ്റ്ററുകളുടെ സാങ്കേതിക യോഗ്യതകൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് അനുകൂലമായ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്ക് ഏകീകൃത പരീക്ഷ ഏർപ്പെടുത്തിയ ഉത്തരവിനെതിരെ സംസ്ഥാനങ്ങളും സ്വകാര്യ മാനേജ്മെന്റുകളും സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനത്തിന് ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളവും അപ്പീൽ നൽകിയിട്ടുണ്ട്. ഏകീകൃത പരീക്ഷ സംബന്ധിച്ച് വ്യക്തത വേണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെതിരെയുള്ള ഹർജിയിൽ ഇന്ന് സുപ്രീംകോടതി വിശദമായ വാദം കേൾക്കും. വിശ്വാസ വോട്ട് തേടാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം. സർക്കാർ പിരിച്ചുവിടാനുള്ള രാഷ്ട്രപതിയുടെ തീരുമാനം കോടതി ചോദ്യം ചെയ്യുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർക്കും. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം തുടരാൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ 27 സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഏപ്രിൽ 29 തീയതി നിശ്ചയിച്ചിരുന്ന വിശ്വാസ വോട്ടെടുപ്പും സുപ്രീംകോടതി തടഞ്ഞു. ഇന്ന് കേസിൽ വിശദമായ വാദം കേൾക്കും. 6 തീയതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കും. ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, ശിവകീർത്തി സിംഗ് എന്നിവരാണ് കേസിൽ വാദം കേൾക്കുന്നത്. ഹരീഷ് റാവത്ത് മന്ത്രിസഭയിലെ 9 കോൺഗ്രസ് MLA-മാർ കൂറുമാറി BJPക്കൊപ്പം ചേർന്നത് സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധിയുണ്ടാക്കി. കൂറുമാറി MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയതോടെ ഹരീഷ് റാവത്ത് സർക്കാരിന് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി രാഷ്ട്രപതി ഭരണം തടഞ്ഞ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു. ഈ ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീംകോടതി പരിഗണിക്കുന്നത്. ഇടക്കാല വിധി കേന്ദ്ര സർക്കാരിന് അനുകൂലമാണെങ്കിലും അന്തിമ വിധിയാണ് നിർണായകമാവുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 2 ജില്ലകളിലെ 25 മണ്ഡലങ്ങളിലേക്ക് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. 170 സ്ഥാനാർത്ഥികളാണ് 6ാം ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിനിടെ അക്രമ സംഭവങ്ങൾ തടയാൻ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിൽ 200ഓളം പ്രശ്നബാധിത ബൂത്തുകളുണ്ടെന്നും ഇവിടങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവസാനഘട്ട ക്രമീകരണങ്ങൾ വിലയിരുത്താനായി വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാർ, പോലീസ് മേധാവികൾ, മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ
എന്നിവരുമായുള്ള യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ 1200 പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ കേന്ദ്രസേന, വെബ്കാസ്റ്റിംഗ്, ക്യാമറ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡോക്ടർ നസീം സെയ്ദി വ്യക്തമാക്കി. വോട്ട് അട്ടിമറിയും കള്ളവോട്ടും തടയുന്നതിനും ഭയരഹിതമായി വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താനും വേണ്ട നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടർമാർക്ക് പണം, മദ്യം, മറ്റ് പാരിതോഷികം നൽകുന്നത് ക്രിമിനൽ നടപടിയായി കണക്കാക്കും. കള്ളപ്പണത്തിന്റെ വരവ് തടയാൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തതായും ഡോക്ടർ നസീം സെയ്ദി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. The Commission would like to inform that Central Police Forces will be deployed in adequate numbers for area dominations, route marches, confidence building measures. The Commission has also decided that all the vulnerable and critical locations whose number is about 1200 will be covered by Central Police Forces. The Central Police Forces have started arriving in the state from yesterday, that is 1st May, and they will continue to come over next few days, and as soon as the Central Police Forces are coming, they are being deployed for area domination, route march to vulnerable locations, critical areas, so that the confidence is built amongst voters. 21,000 പോലീസ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളിലും ഒരുക്കങ്ങളിലും സംതൃപ്തിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ ആകെ 1203 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് വയനാട് ജില്ലയിലും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 971 പേരാണ് സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്നത്. അതേസമയം UDF-ന് ഭീഷണിയായി ഇക്കുറി 8 വിമതർ മത്സരിക്കുമ്പോൾ ഇരു മുന്നണികളിലെയും പ്രമുഖർക്കടക്കം ഒട്ടേറെ അപരന്മാരും മത്സരരംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. സംസ്ഥാനത്താകെ 1203 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മൊത്തം സമർപ്പിക്കപ്പെട്ടത് 1647 പത്രികകളായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, 149 പേർ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് വയനാട് ജില്ലയിൽ, 29 പേർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 971 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. വിമതരുടെയും അപരന്മാരുടെയും പത്രികകൾ പിൻവലിപ്പിക്കാനുള്ള മുന്നണികളുടെ ശ്രമം പലയിടങ്ങളിലും ഫലം കണ്ടില്ല. UDF-നാണ് വലിയ വിമത ഭീഷണിയുള്ളത്. UDF സ്ഥാനാർത്ഥികളായി 8 പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വിമതർ രംഗത്തുണ്ട്. ചെങ്ങന്നൂരിൽ മത്സരിക്കുന്ന ശോഭന ജോർജാണ് UDF-ന് വലിയ ഭീഷണി ഉയർത്തുന്ന വിമത. കണ്ണൂർ ജില്ലയിൽ മാത്രം UDF-ന് 4 വിമതരുണ്ട്. അഴീക്കോട് PK രാഗേഷ്, ഇരിക്കൂരിൽ ബിനോയ് തോമസ്, പേരാവൂരിൽ KJ ജോസഫ്, കണ്ണൂരിൽ NK സത്താർ എന്നിവരാണ് വിമതരായി മത്സരിക്കുന്നത്. കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥി ഡൊമിനിക് പ്രസന്റേഷന് ഭീഷണി ഉയർത്തി KJ ലീനസും, കുട്ടനാട്ടിൽ ജേക്കബ് എബ്രഹാമിനെതിരെ ജോസ് കോഴിപ്പള്ളിയും, ഏറ്റുമാനൂരിൽ തോമസ് ചായിക്കാടിനെതിരെ ജോസ് മുണ്ടക്കലും വിമതരായി മത്സരിക്കുന്നു. വിമതരെ പോലെ തന്നെ ഒട്ടേറെ അപരന്മാരും മത്സരരംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രി VS ശിവകുമാറിന് 2 അപരന്മാരുള്ളപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ ആന്റണി രാജുവിനും അതേ പേരിൽ അപരനുണ്ട്. അരുവിക്കരയിൽ UDF-ന്റെ ശബരിനാഥിനും LDF-ന്റെ AA റഷീദിനും, നെടുമങ്ങാട് C ദിവാകരനും, കഴക്കൂട്ടത്ത് MA വാഹിദിനും V മുരളീധരനും അപരഭീഷണിയുണ്ട്. തവനൂരിൽ KT ജലീലിന് 3 അപരന്മാരുള്ളപ്പോൾ PC ജോർജ്, അഹമ്മദ് കബീർ തുടങ്ങിയവർക്ക് 2 അപരന്മാരുടെ ഭീഷണിയാണുള്ളത്. തുറയിൽ UDF സ്ഥാനാർത്ഥി K ബാബുവിനും LDF സ്ഥാനാർത്ഥി M സ്വരാജിനും അപരന്മാരുടെ ഭീഷണിയുണ്ട്. മണ്ഡലങ്ങളിലെ മത്സരചിത്രം വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൂടുതൽ സജീവമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. 1.5 പതിറ്റാണ്ടായി മട്ടുപ്പാവ് കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് എറണാകുളം സ്വദേശി ARS വാദ്യാർ. സ്വന്തം വീടിന്റെ ടെറസിൽ പച്ചക്കറി മാത്രമല്ല, മാവും തെങ്ങും നെല്ലിമരവും എല്ലാം വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജൈവ കൃഷിയുടെ പ്രചാരകൻ കൂടിയായ വാദ്യാർ. ചേമ്പും ചേനയും പാവലും വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിത്തോട്ടം, നാരകപ്പന്തലും മുന്തിരിത്തോപ്പും വകഞ്ഞുമാറ്റി ചെന്നാലെത്തുന്നത് 4 ആൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന തെങ്ങിൻ ചുവട്ടിൽ. തൊട്ടപ്പുറത്ത് തന്നെ വാഴത്തോപ്പ്, അരികെ ഒരു താമരക്കുളം. തീർന്നില്ല, മാവ്, ചാമ്പമരം, നെല്ലിമരം, ഇങ്ങനെ പോകുന്നു ARS വാദ്യാരുടെ മട്ടുപ്പാവിലെ ഹരിതാഭമാർന്ന കാഴ്ചകൾ. 2000 മുതൽ വാദ്യാരുടെ മട്ടുപ്പാവ് ജൈവ പച്ചക്കറിയുടെ വിളഭൂമിയാണ്. ശരിക്കും ഇഷ്ടി കൊണ്ട് തടങ്ങളുണ്ടാക്കി അതിൻ്റെ അകത്ത് നമ്മൾ മണ്ണ്, നാടൻ മണ്ണ്, ചെമ്മണ്ണ്,
ചകിരിച്ചോറ്, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം ഇതൊക്കെ കൂടി ഒരു പ്രൊപ്പോർഷനായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം തുടങ്ങി. ഒരു 3 മാസത്തിനുള്ളിൽ വലിയ വലിയ പടവലങ്ങയും പീച്ചിങ്ങയും ചീരയൊക്കെ കൊണ്ട് അച്ഛന് കാഴ്ച വെച്ചപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ARS വാദ്യാരുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ സഹകരണത്തോടെ കൊച്ചിയിലെ 5000 വീടുകളിൽ ജൈവകൃഷി തുടങ്ങിയിട്ടുണ്ട്. 30 വർഷമായി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മേധാവിയായി തുടരുന്ന വാദ്യാർ ഔദ്യോഗിക ജോലിക്ക് പുറമെ ഒരു വലിയ സമയം അത്രയും കൃഷിക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. പറമ്പിൽ കൃഷി ചെയ്യാൻ പോലും പലരും മടിക്കുന്ന ഇക്കാലത്താണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി എഞ്ചിനീയറായ ഈ കർഷകൻ മട്ടുപ്പാവ് കൃഷിയിൽ വിജയഗാഥ തുടരുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം KM ഉമേഷ്. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ LDFന്റെ കൺവെൻഷൻ നടന്നു. DYFI നേതാവ് PA മുഹമ്മദ് റിയാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദായനികുതി റിട്ടേൺസ് അടയ്ക്കുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 1% മാത്രമെന്ന റിപ്പോർട്ട്. സർക്കാർ പുറത്തുവിട്ട 2012-13 സാമ്പത്തിക വർഷത്തിലെ നികുതി സംബന്ധിച്ച വിവരങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് 2 ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇറാഖിൽ ഷിയ നേതാവ് മുക്താദ അൽ സാദറിന്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരുന്ന പാർലമെന്റ് ആക്രമണം അവസാനിപ്പിച്ചു.